മധു, തീർച്ചയായിട്ടും രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായിരിക്കും ഈ വയനാട്ടിലേക്കുള്ള തുരങ്കപാത എന്നുള്ളത്. അതിന്റെ സാങ്കേതിക മികവ് കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട്, അതായത് രണ്ട് തരത്തിൽ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്, അതിനുവേണ്ടി സർക്കാർ എടുക്കുന്ന ഒരു റിസ്ക്, അതുപോലെ തന്നെ അതിനുവേണ്ടി സർക്കാർ ചെലവാക്കുന്ന പണം എന്നുള്ളത്, ഈ മൂന്ന് കൊണ്ട് പരിശോധിച്ചാലും ഇത് വലിയ ഒരു ആകർഷകമായ ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും എന്നുള്ളതാണ്. കാരണം 2000 കോടി രൂപ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം, വയനാട് എന്ന് പറയുന്ന ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മാണിക്യക്കല്ലാണ്. അവിടേക്ക് ഏറ്റവും വേഗത്തിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ, വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ, അതും ഈ താമരശ്ശേരി ചുരം പോലെ അത്രമേൽ റിസ്ക് ഇല്ലാത്ത, അത്രമേൽ അപകടകരമല്ലാത്ത ഒരു വഴിയിലൂടെ വയനാട്ടിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിന്റെ ആകെ ഒരു ടൂറിസം വികസനത്തിന്റെ അനന്ത സാധ്യത അവിടെ തുറക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്, ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലാണ്. അത് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികവാർന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല്, അതും ഈ പാറക്കല്ലുകൾ തുറക്കാൻ വേണ്ടി സാധിക്കും. നോർവേയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പഠിച്ച് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മല തുറന്ന് അത് 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ, ഇതിന്റെ അപ്രോച്ച് റോഡ് വരുമ്പോഴേക്കും അവിടെ പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും മഹനീയമായ, ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിക്ക് അത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന, നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ വൈലോപ്പിള്ളിയുടെ ആ കവിതയിൽ ആ അപ്പൻ മകനോട് പറയുന്നുണ്ട്, അപ്പനെ ഒച്ച അങ്ങ് കേൾക്കാമോ, ആ ശബ്ദം എനിക്ക് കേൾക്കാമെന്ന് അപ്പൻ മറുപടി പറയുന്നുണ്ട്. രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ കൂടിയാണ്, രണ്ട് തലമുറകൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലേക്കുള്ള പ്രവേശനമായി കൂടി നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ സാധ്യമാണോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയായിരിക്കും. ആ മറുപടിയായി ഇതാ ഈ ഒരു മലതുറക്കൽ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഇതിന്റെ ആദ്യഘട്ടത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. അതേ പദ്ധതിയുടെ ആദ്യ ചുവടുവെപ്പ്, ആ ബ്ലാസ്റ്റിങ്ങിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഈ പദ്ധതി പ്രദേശത്തേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് ഈ പദ്ധതിയെ എത്രത്തോളം അഭിമാനകരമായ പദ്ധതിയായി സംസ്ഥാന സർക്കാർ കാണുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറുമെന്നുള്ളതാണ്. ഒരുപക്ഷെ 4 വർഷത്തെ കാത്തിരിപ്പ് ബാക്കിയുണ്ടെങ്കിൽ കൂടി ആ സ്വപ്നവും പേര് ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഈ പദ്ധതി 24 മണിക്കൂറും മുന്നോട്ട് പോകും എന്നൊരു ഉറപ്പ് കൂടി കൊങ്കൺ റെയിൽവേ മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ 12 മണിക്കൂറാണ് ഇതിന്റെ പ്രേക്ഷകരെ നമ്മൾ ഏറ്റവും, അതായത് നമ്മൾ കാണുന്ന, നമ്മൾ ജീവിക്കുന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലത്തേക്കുള്ള ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ പേറുന്ന ഒരു വലിയ പദ്ധതിയുടെ തുടക്കത്തിനാണ് അല്പസമയം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, അഭിമാനാർഹമായ ഒരു പദ്ധതിയാണ്. ഒരു വലിയ ജനതയെ ഈ പുതിയ കാലത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന, നമുക്ക് എത്ര പറഞ്ഞാലും അറിയാവുന്നതാണ്, വയനാടിന് വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു. അത് ഭൂമിശാസ്ത്രപരമായ പരിമിതികളാണ്. 12 കിലോമീറ്ററോളം നീളുന്ന ചുരം, വലിയ ഹെയർപിൻ വളവുകളൊക്കെ കയറി ഇറങ്ങി വേണം നമുക്ക് അവിടേക്ക് ചെല്ലാൻ. മാത്രമല്ല, ഈ തുരങ്കപാത പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗതാഗത സൗകര്യങ്ങൾ വലുതാകുന്നതോടനുബന്ധിച്ച് ചുരവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ, അതായത് ഈ യാത്രാ പ്രതിസന്ധികളും പരിമിതികളും ഇല്ലാത്ത ഒരു വലിയ ടൂറിസം സ്പോട്ടായി തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കി അങ്കമാലി വാഹന